ദുരന്തബാധിതരായ മുഴുവൻ ആളുകളും എന്നെ വിളിച്ച സമയത്ത് അവർ കൈയടിച്ചു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ ചിലരെ എഴുന്നേറ്റ് നിന്ന് പ്രോത്സാഹിപ്പിച്ചു. ഒരാൾ പോലും എനിക്കെതിരായിട്ടുള്ള ഒരു സംസാരമോ ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല. അപശബ്ദം ഉണ്ടാക്കിയവരൊക്കെ പുറത്തു നിന്ന് കൊണ്ടുവന്ന ആളുകളാണ്. അതിലെനിക്കൊരു പ്രയാസമില്ല. അവരോടൊക്കെ സന്തോഷവും അവരോടൊക്കെ നന്ദിയുള്ളൂ. അല്ല, അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കണോ വേണ്ടേ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ സർക്കാരിന്റെ ചടങ്ങാണ്, കൽപ്പറ്റയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദുരന്തമുണ്ടായി 1:40-45 അറിഞ്ഞിട്ട് 2 മണിക്ക് മുമ്പേ ചീഫ് സെക്രട്ടറി മുതൽ, അന്ന് ശ്രീ വേണുവായിരുന്നു ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തെ വിളിച്ച് അപ്പൊ ഇൻസ്റ്റന്റ് ഫോൺ എടുത്തു. മുഖ്യമന്ത്രി അല്പം കഴിഞ്ഞാണ് വിളിച്ചത്. അദ്ദേഹം 4:10 കൂടിയൊക്കെയാണ് എനിക്ക് ഓർമ്മ. അദ്ദേഹനെ തിരിച്ചു വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു, ഉദ്യോഗസ്ഥരെ വിളിച്ചു. അന്നു മുതൽ ആരംഭിച്ച പ്രയാണം ഞങ്ങൾ എല്ലാവരും. ഇവിടെ ഈ അടക്കം ചെയ്യാൻ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനിരുന്ന ബോഡി ഒരു സ്ഥലം കണ്ടെത്തി, ഐഡന്റിഫൈ ചെയ്ത് സ്ഥലം കണ്ടെത്തി അതിന് ഏകോപനത്തിന് നേതൃത്വം കൊടുക്കാതെ ഞങ്ങളൊക്കെ ഈ ദുരന്തബാധിതർക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതിനെ ആശ്വാസമായി കാണും, തർക്കമില്ല. പക്ഷേ ഞാൻ ഇവിടെ മെനിഞ്ഞാന്ന് രാത്രിയിൽ ഇവിടെ വന്ന് അറേഞ്ച്മെന്റ്സ് കണ്ട് വിലയിരുത്തി പോയയാളാണ്. ഞാൻ അരുൺകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസറുമായി മെനിഞ്ഞാന്ന് രാത്രി അടക്കം അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പറായി പോവുമല്ലേ എന്ന് ചോദിച്ച് ഇവിടെ നിന്ന് പോയയാളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനൊക്കെ കാണുന്നത്. അല്ലാതെ ഇതിപ്പോ സർക്കാർ നാളെ മെയ് മാസം ജൂൺ മാസം ആയി കഴിഞ്ഞാൽ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് ഇതിന്റെ തുടർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഏത് ഗവൺമെന്റ് ആണെന്ന് ജനം തീരുമാനിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു പൂർണ്ണമായും UDF അധികാരത്തിൽ വരും. ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കേണ്ടി വരില്ല. ഇവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതൊക്കെ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും വ്യത്യസ്തമായ സമീപനങ്ങളായിരിക്കും. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ഒന്നാണ്. ആ പ്രവർത്തനം ഇന്ന് ഏറ്റവും ആശ്വാസകരമായ ദിവസമാണ്. ആ ആശ്വാസകരമായ ദിവസത്തിൽ ഇങ്ങനെ മാനസിക വിഷമം ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമീപനങ്ങൾ ഏതെങ്കിലും കോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, മന്ത്രി രാജനെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, ഞാൻ കലക്ടറുമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സംസാരത്തിൽ തീരാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സമയം അത് പറയണ്ട എന്ന് കരുതിയാണ്. ഇതൊരു ആശ്വാസത്തിന്റെ സമയമാണ്. തീരാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഒരു അമ്യൂണിറ്റീസോടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പാതി വീട് പോലും പൂർത്തിയായിട്ടില്ല. എനിക്കിവിടെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇത്രത്തോളമെങ്കിലും ആയല്ലോ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി. അതാണ് നമ്മുടെ ആശ്വാസകരമായ നടപടി. അതിൽ എനിക്ക് വളരെ കൃത്യമായ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് പരിശോധിക്കേണ്ടവർ പരിശോധിക്കണം. പക്ഷെ എനിക്കതിൽ പരിഭവമില്ല. കാരണം പരിഭവമില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദുരന്തബാധിതരുടെ ആ ക്യൂബിക്കിളിൽ നിന്ന് ഒരാൾ പോലും അപശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവർ കൈയടിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്.